Hi friends, welcome back to my YouTube channel. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫാൻസി ട്രേ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് ഷീറ്റ്. അത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഞാൻ പണ്ടത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാ ഡെലിവറീസും ഒരു ഇത്തിരി പോകുന്ന സാധനമാണെങ്കിലും കൂടെ വലിയ ട്രേയിലാണ്, വലിയ ബോക്സസിലാണ് വരിക. സോ അതൊന്നും ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, പ്ലേറ്റ് ഓർ ഒരു സർക്കിൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. പിന്നെ നമുക്ക് വേണ്ടത് ചാക്കുനൂല്. ചാക്കുനൂല് നാട്ടിൽ ഈസിലി അവൈലബിൾ ആണ്, ഒരു കുഴപ്പമില്ല. സിസേഴ്സ് 2 എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് കട്ട് ചെയ്യാൻ കുറച്ച് വലിയ സിസർ വേണമല്ലോ, ഞാൻ അടുക്കളയിലെ സിസർ എടുത്തിട്ടുണ്ട്. പിന്നെ ട്വീസേഴ്സ് വേണം, ട്വീസേഴ്സ് അല്ല, സ്ക്യൂവേഴ്സ് വേണം. പിന്നെ നമ്മുടെ ഗ്ലൂ ഗൺ, അതിൻ്റെ ഗ്ലൂ സ്റ്റിക്ക്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഒരു സർക്കിൾ. എന്നിട്ട് ഈ സർക്കിളിന്റെ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് എടുക്കാം. സോ സർക്കിൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സർക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ക്യൂവേഴ്സ് കുറച്ചെണ്ണം എടുത്തിട്ട്, വലിയ ഹൈറ്റ് വേണ്ട, ഞാനിപ്പോൾ ചെറിയ സർക്കിൾ ആയതുകൊണ്ട് തന്നെ, അതായത് നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീപ്പോയില് പ്ലാന്റ്സും അങ്ങനത്തെ ചില കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ട്രേ സെറ്റപ്പ് ചെയ്ത് വെക്കില്ലേ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന്റെ വോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വലിയ ഹൈറ്റ് വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്യൂവേഴ്സ് എടുത്തിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. മാക്സിമം നമുക്ക് നോക്കാം ഏകദേശം ഒരേ സൈസിൽ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരേ നീളം ഉള്ള സ്റ്റിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് കട്ട് ചെയ്യാം. ഈ ഒരു ഹൈറ്റ് ധാരാളമായിരിക്കും. അതായത് നമുക്ക് ഈ ഒരു ഹൈറ്റിൽ എടുക്കാം. എന്നിട്ട് ബാക്കി ഹൈറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് പിന്നെ അപ്പം കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈസിൽ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സ്ക്യൂവേഴ്സ് ആണ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിത് ഒട്ടിച്ച് വരുമ്പം വേറെ വേണമെങ്കിൽ നമുക്ക് അപ്പം കട്ട് ചെയ്യാൻ വെച്ചു. അപ്പം ഇനി നമ്മൾ വേണ്ടത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ വോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് ചാക്കുനൂല് വെച്ചിട്ട് ഒന്ന് മടയാം. ചാക്കുനൂല് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറിലോ വല്ല കളേർഡ് കട്ടിയുള്ള ത്രെഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചാക്കുനൂലാണ്, അത് വെച്ചിട്ട് ചെയ്യാം, ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഈ സ്റ്റിക്സ് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഇത് ഓഡ് നമ്പർ ആയിരിക്കണം. ഓഡ് നമ്പർ ആണെങ്കിലേ നമുക്ക് ആ മെടഞ്ഞത് കിട്ടുള്ളൂ, മറ്റേത് ഈക്വൽ ആയി പോകും. എന്താ പറയാ, മെടഞ്ഞ ലുക്ക് കിട്ടില്ല ഈവൺ നമ്പർ ആവുമ്പോൾ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് സ്റ്റിക്ക് ചെയ്യുക. ഇനി നമുക്ക് മെടഞ്ഞു തുടങ്ങാം. അതിന് നമുക്ക് ഉള്ളിന്ന് ആ ഒരു ഇത് കാണണ്ട, അതുകൊണ്ട് ഉള്ളിന്ന് നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. ഓക്കെ, നല്ലോണം അതൊന്ന് ഒട്ടട്ടെ. എന്നിട്ട് നമുക്ക് ഒരെണ്ണം പുറത്തു കൂടെ ആണെങ്കിൽ ഒരെണ്ണം ഉള്ളിലൂടെ, ഇങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് മെടയാം. ഓക്കെ,
ഇനി ഇങ്ങനെ കുറച്ചൊരു പാർട്ട് മുകളിൽ ബാക്കിയുള്ളപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പൊ കണ്ടോ നല്ലൊരു മെടഞ്ഞ ലുക്ക് കിട്ടി. ഇനി നമുക്ക് താഴെ ഈ ഗ്ലൂവിന്റെ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെയും അതേപോലെ മേലെയും ഒരു 2 ലെയർ ഈ ചാക്കുനൂല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നാൽ അതിന്റെ ഫിനിഷ്ഡ് ലുക്ക് ആയിരിക്കും ആവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഇതില് നമ്മുടെ പ്ലാന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡെക്കോർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ആൻഡ് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.